ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മവാർഷികത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ച് രാജ്യം. ശുചിത്വ ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിരന്തര പരിശ്രമം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളെ ഹരിത വിനോദ സഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇസ്രായേലിലെ ഇന്ത്യൻ പൌരന്മാർ സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്ന് ഇന്ത്യൻ എംബസി. ഷൂട്ടിംഗ് ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റലിൽ ഇന്ത്യയുടെ ദിവാൻഷിക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മവാർഷികത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്യത്തുടനീളവും വിദേശത്തും വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നിരവധി പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. രാജ്ഘട്ടിലെ മഹാത്മാഗാന്ധി സമാധിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർല, കേന്ദ്രമന്ത്രിമാർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 120-ാം ജന്മവാർഷികവും രാജ്യം ഇന്ന് സമുചിതമായി ആചരിക്കുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലമായ വിജയ്ഘട്ടിലും നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിവിധ പരിപാടികൾ. വർഗീയതയ്ക്കും വിദ്വേഷ രാഷ്ട്രീയത്തിനുമെതിരെയുള്ള പോരാട്ടത്തിന് ഗാന്ധി സ്മരണ എക്കാലവും ഊർജ്ജം പകരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുഷ്പാർച്ചന നടത്തി. സമ്പൂർണ്ണ ശുചിത്വത്തിനുള്ള പരിശ്രമത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും ഫലമായാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ 10 വർഷം പൂർത്തിയാക്കിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വ ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിരന്തര പരിശ്രമം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ സ്വച്ഛ് ഭാരത് ദിവസ് 2024 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. बीते पखवाड़े में देश भर में करोड़ों लोगों ने स्वच्छता ही सेवा कार्यक्रमों में हिस्सा लिया है. मुझे जानकारी दी गई कि सेवा पखवाड़ा के 15 दिनों देश भर में 27 लाख से ज्यादा कार्यक्रम हुए, जिनमें 28 करोड़ से ज्यादा लोगों ने हिस्सा लिया. निरंतर प्रयास करके ही हम अपने भारत को स्वच्छ बना सकते हैं. मैं सभी का, प्रत्येक भारतीय का हार्दिक आभार व्यक्त करता हूं. 140 കോടി ഇന്ത്യക്കാരുടെ ആവേശപൂർവമായ പരിശ്രമമാണ് സ്വച്ഛതാ ദൌത്യത്തിനെ പൊതുജന പങ്കാളിത്തത്തോടെയുള്ള പദ്ധതിയാക്കി മാറ്റിയതെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്ത് ശുചിത്വം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് 9,600 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അമൃത് 2.0, ഗംഗാ ശുചീകരണം ലക്ഷ്യമിട്ടുള്ള ദേശീയ ദൌത്യം, ഗോർബന്ധൻ പദ്ധതിക്ക് കീഴിൽ 15 ബയോഗ്യാസ് പദ്ധതികൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളെ ഹരിത വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാലിന്യമുക്ത നവകേരളം ജനകീയ പ്രചാരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊട്ടാരക്കരയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളപ്പിറവി ദിനത്തിന് മുൻപായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ഒരു ടൌണെങ്കിലും പൂർണ്ണമായും മാലിന്യമുക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പുലമൻതോട് പുനരുജ്ജീവന പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് റിയാദിലെ ഇന്ത്യൻ എംബസി 2 ആഴ്ചയായി നടത്തിവന്ന ശുചിത്വ യജ്ഞത്തിന് സമാപനം. ക്യാമ്പയിനിൽ സൌദി അറേബ്യയിലെ എംബസി ഉദ്യോഗസ്ഥർ, ഇന്ത്യൻ പ്രവാസി സമൂഹം എന്നിവരുടെ സജീവ പങ്കാളിത്തമുണ്ടായി. റിയാദിലെ ഇന്ത്യൻ സ്കൂളുകളിൽ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും പാരിസ്ഥിതിക സുസ്ഥിരതയെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്ന മത്സരങ്ങളും പ്രദർശനങ്ങളും സംഘടിപ്പിച്ചു. ഗാന്ധി ജയന്തിയുടെയും സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെയും ഭാഗമായി കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ തൃശൂർ തളിക്കുളം ബീച്ചിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ നെഹ്റു യുവകേന്ദ്ര സംഘടിപ്പിച്ച ശുചീകരണ യജ്ഞം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ, വനിതകൾ, സൈനികർ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. നിരവധി പേർ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. വിദ്യാർത്ഥികളുടെ സൈക്കിൾ റാലിയും തീരദേശ ശുചീകരണ പരിപാടികളും സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഝാർഖണ്ഡിലെ ഹസാരിബാഗിൽ ജനജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ ഉദ്ഘാടനം ചെയ്യും. ഗോത്ര സമൂഹങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനാണ് 79,156 കോടി രൂപയുടെ പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ഗോത്രകാര്യമന്ത്രി ജുവൽ ഒറാം പറഞ്ഞു. ഗാന്ധി മൈതാനിയിൽ നടക്കുന്ന പൊതുയോഗത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഇസ്രയേലിന് മേൽ കനത്ത മിസൈൽ ആക്രമണം നടത്തി ഇറാൻ. 180-ലേറെ മിസൈലുകളാണ് ഇന്നലെ രാത്രി ഇറാൻ തൊടുത്തത്. ആക്രമണത്തിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. അതേസമയം ആക്രമണത്തിൽ ജീവഹാനിയില്ലെന്ന് ഇസ്രായേലി സൈനിക വക്താവ് അറിയിച്ചു. ഇസ്രയേലിലെ ഇന്ത്യൻ പൌരന്മാരോട് ജാഗ്രത പാലിക്കാനും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും ടെൽ അവീവിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. എല്ലാവരും സുരക്ഷാ സ്ഥാനങ്ങളിൽ തുടരണം. പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രയേൽ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ എംബസിയുടെ +972 5475 20711 +972 5432 78392 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും എംബസി വൃത്തങ്ങൾ പറഞ്ഞു. ഇസ്രയേൽ ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ എണ്ണവിലയിൽ വർധന. ആഗോള വിപണിയിൽ എണ്ണവിലയുടെ പ്രധാന മാനദണ്ഡമായ ബ്രന്റ് ക്രൂഡ് 1% ഉയർന്നു. മേഖലയിലെ യുദ്ധ സാഹചര്യം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ബാധിക്കുമെന്നും വ്യാപാരികൾ ആശങ്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 7ാമത്തെ എണ്ണ ഉൽപാദക രാജ്യവും ഒപെക് എണ്ണ ഉൽപാദക കൂട്ടായ്മയിലെ 3ാമത്തെ വലിയ അംഗവുമാണ് ഇറാൻ. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് വലിയ ആശങ്കയുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കയിൽ കാർണഗി എൻഡോവ്മെന്റ് പ്രസിഡന്റുമായി നടന്ന സംഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ ഇസ്രയേലിന് പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യം മനസ്സിലാക്കുന്നതായും വിദേശകാര്യമന്ത്രി പറഞ്ഞു. എന്നാൽ ഇത്തരം സംഭവങ്ങളിൽ മാനുഷിക വശങ്ങൾ കൂടി കണക്കിലെടുത്ത് സാധാരണ പൌരന്മാർക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാകണമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. I think it would be right to start off with October 7. We regard October 7 as a terrorist attack. We understand that Israel had a need to respond. But we also believe that any response by any country has to take into account international humanitarian law, that it must be careful about any damage or any implications for civilian populations. റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിൽ ഇന്ത്യ വ്യക്തമായ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അയൽ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ ശക്തമാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. പെറുവിൽ നടക്കുന്ന ഷൂട്ടിംഗ് ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റലിൽ ഇന്ത്യയുടെ ദിവാൻഷിക്ക് സ്വർണം. ഫൈനലിൽ ഇറ്റാലിയൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് ദിവാൻഷിയുടെ വിജയം. 10 സ്വർണവും 1 വെള്ളിയും 3 വെങ്കലവുമായി ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ മുന്നിലാണ്. അമേരിക്ക 2ാം സ്ഥാനത്തും ഇറ്റലി 3ാം സ്ഥാനത്തുമാണ്. ICC വനിതാ 2020 ലോകകപ്പിന്റെ 9ാം പതിപ്പിന് നാളെ ഷാർജയിൽ തുടക്കമാകും. ഈ മാസം 20 വരെ നടക്കുന്ന മത്സരങ്ങളിൽ 10 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. മറ്റന്നാൾ ന്യൂസിലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 228ആയി. 25 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 158 പേർക്ക് പരിക്കേറ്റു. ദുരിതബാധിതർക്ക് ആഹാരം, വെള്ളം, മറ്റ് ദുരിതാശ്വാസ സാമഗ്രികൾ തുടങ്ങിയവ വിതരണം ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയ വക്താവ് ഋഷിറാം തിവാരി പറഞ്ഞു. അമേരിക്കയിൽ ഹെലീൻ ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 150ആയി. നോർത്ത് കരോലിനയിലെ പലയിടങ്ങളും വെള്ളത്തിനടിയിലാണ്. ഊർജ്ജ വിതരണത്തെയും ചുഴലിക്കാറ്റ് ബാധിച്ചു. ചുഴലിക്കാറ്റിൽ നിരവധി പേരെ രക്ഷപ്പെടുത്തിയതായി സുരക്ഷാസേന വ്യക്തമാക്കി. ബീഹാറിൽ വെള്ളപ്പൊക്ക ദുരിതം തുടരുന്നു. ബീഹാറിലെ കിഴക്കൻ മേഖല, കോസി, സീമാചൽ ഉൾപ്പെടെ 16 ജില്ലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമാണ്. 12 ലക്ഷം പേരാണ് ബാധിക്കപ്പെട്ടത്. കോസി നദി കരകവിഞ്ഞതോടെ മേധ്പുര, സഹ്രസ ജില്ലകളിലെ പല ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലായി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155ാം ജന്മവാർഷികത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ച രാജ്യം. ശുചിത്വ ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിരന്തര പരിശ്രമം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളെ ഹരിത വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇസ്രായേലിലെ ഇന്ത്യൻ പൌരന്മാർ സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്ന് ഇന്ത്യൻ എംബസി. ഷൂട്ടിംഗ് ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റലിൽ ഇന്ത്യയുടെ ദിവാൻഷിക്ക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.